സ്നേഹാദരരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, നമ്മുടെ നാടിന്റെ നാനാദിക്കുകളിൽ നൊമ്പരപ്പെടുത്തിക്കൊണ്ട് കോരിച്ചൊരിയുന്ന മഴയാണ് പല സ്ഥലങ്ങളിലും നാം കാണുകയും വായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഴക്കെടുതിയുടെ പ്രയാസങ്ങളും അപകടങ്ങളും ആശങ്കകളും ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. നമ്മുടെ നാടുകളിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പല രൂപത്തിലുള്ള ലീവുകൾ അനുവദിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. എന്നാൽ യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ശക്തമായ മഴയുടെ വിഷയത്തിലും ചില ഗുണപാഠങ്ങൾ പഠിക്കാനും ചില കാര്യങ്ങൾ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും സാധിക്കുന്നതായി വിശുദ്ധ ഇസ്ലാം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിയ രംഗം നമുക്ക് കാണുവാൻ സാധിക്കും. മഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ 8ഓളം രൂപങ്ങളിൽ മാഉൻ എന്ന് അള്ളാഹു പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മത്തറുൻ എന്നും സുയ്യിബുൻ എന്നും ഐസുൻ എന്നും റഹ്മത്ത് എന്നും വാബിലുൻ എന്നും കൊല്ലുൻ വദഖ, ഈ രൂപത്തിലൊക്കെ മഴയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാടുകളിൽ പല സ്ഥലങ്ങളിലും ഇമാമിങ്ങളുടെ കീഴിൽ കഠിനമായ ചൂടേറ്റുകൊണ്ട് വിയർത്തൊലിച്ചുകൊണ്ട് മഴയ്ക്ക് വേണ്ടി നിസ്കരിച്ചതായി പ്രാർത്ഥിച്ചതായി വാർത്താ മാധ്യമങ്ങളിൽ കേൾക്കുകയും വായിക്കുകയും നമ്മളതിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. എന്നാൽ ആരാണ് സഹോദരങ്ങളെ ഈ സമൃദ്ധമായ മഴയെ മനുഷ്യരായ നമ്മിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പഠിക്കാനും മനസ്സിലാക്കാനും ഞാനും നിങ്ങളും പരിശ്രമിക്കേണ്ടതുണ്ട്. ഈ സമൃദ്ധമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന മഴയെ എങ്ങാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തടഞ്ഞു നിർത്തിയാൽ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്ൻ, നിങ്ങളാണോ മേഘപ്പാളികളിൽ നിന്നും ആ മഴയെ ഇറക്കി തരുന്നവൻ? അം നഹ്നുൽ മുൻസിലൂൻ, അതല്ല ആ കാർമൂടിയ മേഘക്കാറുകളിൽ നിന്നും നിങ്ങൾക്ക് സമൃദ്ധമായി മഴയിറക്കി തരുന്നവൻ ഞാനാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ച രംഗം എനിക്കും നിങ്ങൾക്കും കാണുവാൻ സാധിക്കും. അല്ലാഹുവല്ലാത്ത ആളുകളോട് തേടിയാൽ, സഹായം അഭ്യർത്ഥിച്ചാൽ സമൃദ്ധമായി മഴ നൽകപ്പെടുമെന്ന വിശ്വാസം, ചില കാഴ്ചപ്പാടുകൾ, നിലപാടുകൾ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മക്കാ മുശ്രിക്കുകളായ ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് ചോദിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. വലഇൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാഅൻ, അല്ലാഹുവിന്റെ പ്രവാചകനെ, ആകാശത്തിന്റെ വിരിമാറിൽ നിന്നും കാർമേഘ കീറുകളിൽ നിന്നും നിങ്ങൾക്ക് ആരാണ് സമൃദ്ധമായി മഴ വർഷിപ്പിക്കുന്നത് എന്ന് അവരോട് താങ്കൾ ചോദിച്ചാൽ തീർച്ചയായും അവരുടെ മറുപടി സയഖൂലുന്നല്ലാഹ്, അല്ലാഹുവാണ് എന്നായിരിക്കും അവർ മറുപടി നൽകുക എന്ന്. അല്ലാഹുവല്ലാത്ത ആളുകളോട് ഇബാദത്തുകൾ അനുഷ്ഠിക്കുകയും ആരാധനകൾ നിർവഹിക്കുകയും നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയും ചെയ്തിരുന്ന മക്കാ മുശ്രിക്കുകളെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നൽകിയതെങ്കിൽ ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥ എന്താണ്? ആ മഴ നൽകുന്ന റബ്ബിനെ സ്തുതിക്കാൻ, നന്ദി കാണിക്കാൻ, ശുക്ർ ചെയ്യാൻ വിശ്വാസികളായ ഞാനും നിങ്ങളും പരിശ്രമിക്കണം. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് അല്ലാഹുവിന് ശുക്ർ ചെയ്യേണ്ടത്? എങ്ങനെയാണ് അല്ലാഹുവിനോട് നന്ദി കാണിക്കേണ്ടത്? ആരാധനകളിലൂടെ, പ്രാർത്ഥനകളിലൂടെ, നേർച്ച വഴിപാടുകളിലൂടെ, സുജൂദുകളിലൂടെ ആയിരിക്കണം അല്ലാഹുവിനോട് നന്ദി പ്രകടിപ്പിക്കേണ്ടത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, അഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കണം, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇബാദത്തുകൾ അനുഷ്ഠിക്കണം, നേർച്ച വഴിപാടുകൾ അർപ്പിക്കണം. നിങ്ങളുടെ ആശങ്കകളിൽ, നിങ്ങളുടെ പ്രയാസങ്ങളിൽ, നിങ്ങളുടെ നൊമ്പരങ്ങളിൽ അല്ലാഹുവിനോട് മാത്രമായിരിക്കണം പ്രാർത്ഥനാ നിർഭരമായ ദുആകൾ അർപ്പിക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. മാത്രമല്ല, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനാരാണോ, പരിപാലിക്കുന്നവനാരാണോ, അവർക്ക് ആവശ്യമായ രൂപത്തിൽ വായുവും വെള്ളവും സംവിധാനിച്ചവനാരാണോ, ആ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. എന്തിനു വേണ്ടിയാ? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഫലാ തജഅലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ, തീർച്ചയായും നിങ്ങൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട്, നിങ്ങൾക്ക് വായു നൽകുന്നവൻ, നിങ്ങൾക്ക് വെളിച്ചം നൽകുന്നവൻ, നിങ്ങൾക്ക് ആവശ്യമായ രൂപത്തിൽ ആകാശത്തിന്റെ മേൽക്കൂരയിൽ നിന്നും സമൃദ്ധമായി മഴ നൽകുന്നവൻ ആരാണ്? അല്ലാഹുവാണെന്ന് അറിഞ്ഞിട്ടും പഠിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും ഉൾക്കൊണ്ടിട്ടും അല്ലാഹുവിൽ നിങ്ങൾക്ക് യാതൊരു നിലക്കും സമന്മാരെ ഉണ്ടാക്കരുത് കേട്ടോ, പങ്കാളികൾ
സൃഷ്ടിക്കരുത് കേട്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും വിശുദ്ധ ഖുർആനിലൂടെ വളരെ കൃത്യമായിട്ടാണ് ഓർമ്മപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ട് അല്ലാഹുവിനെ കണ്ടെത്താൻ, അല്ലാഹു ആരാണെന്ന് മനസ്സിലാക്കാൻ, അല്ലാഹുവിന്റെ കഴിവുകൾ എന്താണെന്ന് തിരിച്ചറിയാൻ വിശ്വാസികളെ നമ്മുടെ മുമ്പിൽ അല്ലാഹു നൽകുന്ന വലിയ ദൃഷ്ടാന്തമാണ് മഴയെന്ന സംവിധാനമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ ബാഇൻ ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ വതസ്രീഫുർ റിയാഹി വസ്സഹാബിൽ മുസഖഖരി ബൈനസ് സമാഇ വൽ അർള ലആയാതിൻ ലിഖൗമി യഖിലൂൻ. ആകാശത്തിന്റെ കീറുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മഴ ചൊരിഞ്ഞു തന്നിട്ട് നിർജീവമായ അവസ്ഥയ്ക്ക് ശേഷം ഭൂമിക്ക് ആ മഴ കാരണം ജീവൻ നൽകിയതിലും കാറ്റുകളുടെ വിഗതികളിലും ആകാശഭൂമികൾക്കിടയിലൂടെ നിയന്ത്രിച്ച് നയിക്കപ്പെടുന്ന മേഘത്തിലും ചിന്തിക്കുന്ന ആലോചിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് ആ മഴയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യഖിലൂൻ. തീർച്ചയായും ഈ സമൃദ്ധമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന മഴത്തുള്ളികളിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് എത്ര ആവർത്തിയാണ് അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ എനിക്കും നിങ്ങൾക്കും പഠിപ്പിച്ചു തരുന്നത്. സഹോദരങ്ങളെ, ആ മഴ നൽകുന്ന റബ്ബ് എങ്ങനെയാ നൽകുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്, അല്ലാഹു വല്ലദീ യുർസിലു റിയാഹ ഫതുദീറു സഹാബൻ ഫയബ്സുത്തുഹു ഫിസ് സമാഇ കൈഫ യശാഉ വയജഅൽ ലഹു കിസഫൻ ഫതറൽ വദ്ഖ യഖ്റുജു മിൻ ഖിലാലിഹി ഫഇദാ അസ്വാബ ബിഹി മൻ യശാഉ മിൻ ഇബാദിഹി. അല്ലാഹുവാകുന്നു കാറ്റുകളെ അയക്കുന്നവൻ. എന്നിട്ട് ആ കാറ്റുകൾ മേഘത്തെ ഇളക്കി വിടുകയും ചെയ്യുന്നു. എന്നിട്ട് അവൻ ഉദ്ദേശിക്കുന്ന പ്രകാരം ആ മേഘങ്ങളെ ആകാശത്ത് വിതറുകയും ചെയ്യുന്നു. അതിനെ പല കഷ്ണങ്ങളാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ മേഘക്കീറുകളിൽ നിന്നും സമൃദ്ധമായി നിങ്ങൾക്ക് ആവശ്യമുള്ള രുചികരമായ മഴത്തുള്ളികൾ അല്ലാഹു നിങ്ങളിലേക്ക് ഇറക്കിത്തരികയും ചെയ്യുന്നു. എന്നിട്ട് തന്റെ ദാസന്മാരിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ മഴ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ മഴ കിട്ടുമ്പോഴോ അവർ സന്തോഷവാന്മാരാവുകയും ചെയ്യുന്നുവെന്ന്. സഹോദരങ്ങളെ, അങ്ങനെ ആർക്കാണ് കൊടുക്കേണ്ടത്, ഏത് പ്രദേശത്താണ് മഴ പെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് അള്ളാഹുവിന് നിശ്ചയമുണ്ട്. നോക്കൂ നിങ്ങൾ, 2018 ജാതിയില്ല, മതമില്ല, വിഭാഗമില്ല, വർഗമില്ല, ഒന്നുമില്ലാതെ ആളുകൾ നെട്ടോട്ടമോടിയ രംഗം. പള്ളിയെന്നോ അമ്പലമെന്നോ ചർച്ചെന്നോ ഒന്നും പരിഗണിക്കാതെ ആളുകൾ കുടിയേറിപ്പാർത്ത രംഗം. അല്ലാഹു വിചാരിച്ചാൽ നിമിഷ നേരം കൊണ്ട് ഒരു വിഷയത്തെ മാറ്റാൻ കഴിയും. കുൻ ഫയകൂൻ. ഒരു വസ്തുവിനോട് ഉണ്ടാകൂ എന്ന് പറയേണ്ട നിമിഷം ആ വസ്തു ഉണ്ടാകും. സഹോദരങ്ങളെ, ഓരോ മഴക്കാലവും ഞാനും നിങ്ങളും വീണ്ടും പുനർജനിപ്പിക്കപ്പെടും എന്നതിന്റെ യാഥാർത്ഥ്യത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലേക്ക് ഇട്ടുതരുന്ന യാഥാർത്ഥ്യം. ഫൻളുർ ഇലാ ആഥാരി റഹ്മത്തില്ലാഹ് കൈഫ യുഹ്യിൽ അർള ബഅദ മൗതിഹാ ഇന്ന ദാലിക ലമുഹ്യിൽ മൗത വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അപ്പോൾ അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ ഫലങ്ങൾ നോക്ക്. നിർജീവമായ ഭൂമി ഉണ്ടായിരുന്നു, തരിശായി കിടന്ന സ്ഥലമുണ്ടായിരുന്നു. അവിടെയൊക്കെ അല്ലാഹുവിന്റെ റഹ്മത്തായ കാരുണ്യത്തിൽ ഇറക്കപ്പെട്ടപ്പോൾ അതൊക്കെ പുതുജീവൻ നൽകപ്പെട്ട് അവിടെയൊക്കെ പച്ചപ്പുകൾ ഉയർന്നു വന്ന രംഗം നിങ്ങൾ കാണുന്നില്ലേ? അതിലേക്കൊന്ന് നോക്കൂ. എന്നിട്ട് അല്ലാഹു പറയാ, ഭൂമി നിർജീവമായിരുന്നതിന് ശേഷം എങ്ങനെയാണ് അവൻ ആ ഭൂമിക്ക് ജീവൻ നൽകുന്നത്? തീർച്ചയായും അത് ചെയ്യുന്നവൻ മരിച്ചവരെ ജീവിപ്പിക്കുക തന്നെ ചെയ്യും. അല്ലാഹു ഏതൊരു കാര്യത്തിലും കഴിവുള്ളവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിന് കഴിയുകയില്ല. സഹോദരങ്ങളെ, നിഷേധിക്കുന്ന ആളുകളുണ്ട്. ഇനിയൊരു ജീവിതമൊന്നുമില്ല, നമുക്കിവിടെ മാത്രമേ ജീവിതമുള്ളൂ, ഇവിടെ നമ്മൾ പരമാവധി അടിച്ചു പൊളിച്ച് ആസ്വദിച്ച് സുഖിച്ച് ഐശ്വര്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുക എന്നാണ്. പക്ഷേ അല്ലാഹുവിന്റെ താക്കീതുണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ചോദ്യമുണ്ട് പ്രിയപ്പെട്ടവരെ. അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമാ. മനുഷ്യരെ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ എല്ലുകളെ ഒരുമിച്ച് കൂട്ടുകയില്ലെന്ന്? നിങ്ങൾ ഭൂമിയിൽ മയ്യത്തിൽ മറമാടപ്പെട്ട് ആ ശരീരം മുഴുവനും ഈ മണ്ണിനോട് ചേർന്ന് അലിഞ്ഞുപോയ ശേഷം
ആ എല്ലുകളിൽ നിന്നും അലിയിക്കപ്പെട്ട എല്ലുകളിൽ നിന്നും നിങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണോ, വിചാരിക്കുകയാണോ, അഹങ്കരിച്ചു കൊണ്ടിരിക്കുകയാണോ? എങ്കിൽ അല്ലാഹുവിന്റെ ചോദ്യം നോക്ക് നിങ്ങൾ. നിങ്ങളുടെ വിരൽ തുമ്പകളെ ശരിപ്പെടുത്താൻ കഴിവുള്ളവനായിരിക്കെ അല്ലാഹു നിങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ല എന്ന് ചിന്തിക്കുന്നുണ്ടോ? ലോകത്ത് എത്ര കോടി മനുഷ്യർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. 800 കോടി മനുഷ്യർ ഇന്ന് ലോകത്ത് ജീവിക്കുന്നു. കോടിക്കണക്കിന് ആളുകൾ ഖിയാമത്തിന്റെ നാൾ വരെ ജനിക്കാനിരിക്കുന്നു. ഈ കോടി മനുഷ്യരെടുത്ത് നോക്ക്. അവരുടെയൊക്കെ ഈ വിരൽത്തുമ്പുകൾ വ്യത്യസ്തമാണ് സഹോദരങ്ങളെ. ഇരട്ടകളായി ജനിച്ച കുട്ടികളുടെ വിരൽത്തുമ്പുകൾ പോലും വ്യത്യാസപ്പെടുത്താൻ റബ്ബിന് സാധിക്കുമെങ്കിൽ ഓരോ മഴക്കാലവും വിശ്വാസികളെ എന്നെയും നിങ്ങളെയും ബോധ്യപ്പെടുത്തുന്നത് വീണ്ടും ഒരു ജീവിതമുണ്ട് കേട്ടോ. ആ മണ്ണിൽ നിന്നു തന്നെ തരിശായി വരണ്ടു കിടക്കുന്ന ഭൂമിയിലേക്ക് മഴ പെയ്ത് ആ ഭൂമിയിൽ നിന്നും എങ്ങനെയാണോ പച്ചപ്പുകൾ ഉയർന്നു വരുന്നത്, ചെടികൾ മുളച്ചു പൊന്തുന്നത്, അതുപോലെ മരിച്ചു കിടക്കുന്ന നിങ്ങളുടെ എല്ലുകളും ശരീരവും മുഴുവനും ആ മണ്ണിനോട് ചേർക്കപ്പെട്ടിട്ടും വീണ്ടും അതിൽ നിന്നും അല്ലാഹു നിങ്ങളെ ജീവിപ്പിക്കുമെന്ന് യാഥാർത്ഥ്യമായി അല്ലാഹു എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. ആ റബ്ബിനേക്ക് മടങ്ങാൻ, ആ റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ, ആ റബ്ബിന്റെ സാന്നിധ്യത്തെ ഭയപ്പെടാൻ വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അത് ഭൂമിയിൽ ലഭിച്ചതിലൂടെ ഒട്ടനവധി നിഅമത്തുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമുക്ക് ഈ ഭൂമിയിൽ നിന്നും ഉണ്ടാക്കി തരുന്നത്. ആ രൂപത്തിൽ ലഭിച്ചിട്ടുള്ള എന്തൊക്കെ വസ്തുക്കളുണ്ടോ അത് അല്ലാഹുവിന്റെ മുമ്പിൽ മാത്രമായിരിക്കണം സമർപ്പിക്കപ്പെടേണ്ടത്. അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രമായിരിക്കണം ചെലവഴിക്കപ്പെടേണ്ടത്. അതല്ലാതെ ആ മഴയിലൂടെ ലഭിക്കപ്പെട്ട അനുഗ്രഹങ്ങൾ അത് വാഴക്കുലകളാകാം, കന്നുകാലികളാകാം, ഇനി മറ്റേതെങ്കിലും വസ്തുക്കളാകാം. ആ വസ്തുക്കളൊന്നും തന്നെ അല്ലാഹുവല്ലാത്തവരുടെ പ്രീതിക്ക് വേണ്ടി, ഇഷ്ടത്തിന് വേണ്ടി, സാമീപ്യത്തിന് വേണ്ടി ഒരിക്കലും ചെലവഴിക്കാൻ പാടില്ല, വിനിയോഗിക്കാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിച്ച രംഗം നമുക്ക് കാണാൻ സാധിക്കും. ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാ, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുത്തവനെ അല്ലാഹു ശപിക്കട്ടെ എന്നാണ്. കന്നുകാലികളെ അറുക്കുന്നുണ്ടോ അല്ലാഹു അല്ലാത്തവരുടെ പ്രീതിക്ക് വേണ്ടി? നമുക്ക് ലഭിച്ച വാഴക്കുല ആദ്യമായി ഉണ്ടായതാണ്. അതുകൊണ്ട് CM മടവൂരിനാകട്ടെ, അല്ലെങ്കിൽ ഈ നാട്ടിലുള്ള ഏതെങ്കിലും ജാറത്തിലേക്ക് അത് നേർച്ചയാക്കട്ടെ, പറ്റൂല സഹോദരങ്ങൾ. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അല്ലാഹു അവനെ ശപിക്കട്ടെ എന്നാണ്. പ്രതിഷ്ഠകൾക്ക് മുമ്പിൽ, ജാറങ്ങൾക്ക് മുമ്പിൽ, മഖബറകൾക്ക് മുമ്പിൽ, മഖാമുകൾക്ക് മുമ്പിൽ ആരെങ്കിലും അല്ലാഹുവല്ലാത്തതിന്റെ പേരിൽ അല്ലാഹു അനുഗ്രഹമായി നൽകിയ മഴയുടെ അടിസ്ഥാനത്തിൽ കിട്ടിയ ധാന്യങ്ങളെ, വാഴക്കുലയെ, ആഹാരപദാർത്ഥങ്ങളെ, കന്നുകാലികളെ നേർച്ചയാക്കിയാൽ, അറുത്താൽ അല്ലാഹുവിന്റെ കഠിനമായ കോപത്തിന് ഇരയാകേണ്ടി വരുമെന്നാണ് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. സഹോദരങ്ങൾ, മഴ പെയ്യുമ്പോൾ പത്രക്കാരെ പോലെ ആവരുത്. നമ്മൾ വെതർ ബ്രോഡ്കാസ്റ്റിംഗിലുള്ള ആളുകൾ പറയുന്നത് പോലെ ആവരുത്. ബംഗാൾ ഉൾക്കടൽ ന്യൂനമർദ്ദം, അതുകൊണ്ട് മഴ ശക്തമായി പെയ്യുന്നു. അറബിക്കടലിൽ ന്യൂനമർദ്ദം, അതുകൊണ്ട് ശക്തമായ മഴ ലഭിക്കും. വിശ്വാസികൾക്ക് പറയാൻ പറ്റില്ല നാറ്റുവേല കൊണ്ട് മഴ കിട്ടി. ചില ആൾക്കാരുടെ ധാരണ എങ്ങനെയാണ്? ആ ഒരു പ്രാധാന്യത്തെക്കുറിച്ചാണ് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന സഹോദരങ്ങൾ. ഒരിക്കലേ ഹുദൈബിയയിലെത്തിയിട്ടുണ്ട് പ്രവാചകൻ. അങ്ങനെ രാവിലെ എഴുന്നേറ്റു, സുബഹി നിസ്കാരം കഴിഞ്ഞ് സ്വഹാബികളെല്ലാവരും ഇങ്ങനെ പ്രവാചകന്റെ ചുറ്റും ഇങ്ങനെ വിളിച്ചു കൂട്ടിയിരിക്കുകയാണ്. ആ സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മുമ്പിലിരിക്കുന്ന സ്വഹാബത്തിനോട് പറയാണ്, ഹൽ തദ്റൂന മാദാ ഖാല റബ്ബുക്കും, നിങ്ങൾ റബ്ബ് നിങ്ങളോട് എന്താണ് പറഞ്ഞത് എന്ന് നിങ്ങൾക്കറിയുമോ? അപ്പോൾ അവർ പറഞ്ഞു, അല്ലാഹു റസൂൽ വഅലം. എങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറയുകയാണ്, സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ മഹത്തായ ഔദാര്യവും കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് മഴ ലഭിച്ചു എന്ന് പറഞ്ഞവരാണ് എന്നിൽ വിശ്വസിക്കുകയും ഗോളങ്ങളെ നിഷേധിക്കുകയും ചെയ്തവർ. ശരിക്കും മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട്, കാരുണ്യം കൊണ്ടും എനിക്ക് മഴ ലഭിച്ചു എന്ന് പറഞ്ഞവരാണ് അല്ലാഹുവിൽ വിശ്വസിച്ചവർ. ഗോളങ്ങൾ, അതാണ് നാറ്റുവേലകൾ എന്ന് ഞാൻ പറഞ്ഞത്, ന്യൂനമർദ്ദങ്ങൾ എന്നൊക്കെ പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. അതിൽ നിഷേധിക്കുകയും ചെയ്തിരിക്കുന്നു എന്നൊരു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നാൽ ഇന്ന നാറ്റുവേല കൊണ്ട്,
അല്ലെങ്കിൽ ഇന്ന സാഹചര്യങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് മഴ ലഭിച്ചു എന്ന് പറഞ്ഞവർ അള്ളാഹുവിൽ അവിശ്വസിക്കുകയും ഗോളങ്ങളിൽ, നാറ്റുവേലകളിൽ, കാരണങ്ങളിൽ, സാഹചര്യങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് അവർ എന്നിൽ നിന്നും പുറത്തു പോയിരിക്കുന്നു എന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു പഠിപ്പിച്ചതായി തന്റെ മുമ്പിലിരിക്കുന്ന സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്ത രംഗം നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, നമ്മൾ വിചാരിച്ചതിൻ്റെ അപ്പുറത്തേക്കാണ് മഴയുടെ സാഹചര്യം പല സ്ഥലങ്ങളിലും പോകുന്നത്. വീടുകൾ തകർന്നു. ഇന്നലെ ആളുകൾ രണ്ട് പേര് മരണപ്പെട്ടു. അതിനു മുമ്പ് 6 പേര് മരണപ്പെട്ടു. അങ്ങനെ ഓരോ ദിവസം കൂടുമ്പോഴും മരണസംഖ്യ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. എന്താകുമെന്ന് നമുക്കറിയില്ല. നമ്മളൊക്കെ ആശങ്കയിലാണ്, പ്രയാസത്തിലാണ് സഹോദരങ്ങളെ. കുറച്ചുകൂടി ഇത് 2018 നമ്മളൊക്കെ ആശങ്കയോടെ, ഭീതിയോടെ കണ്ട കെട്ടിടത്തിന്റെ മുകളിൽ കയറിയിട്ടും രക്ഷപ്പെടാൻ കഴിയാതെ പ്രയാസങ്ങൾ അനുഭവിച്ച പ്രളയമായി മാറുമോ എന്ന് നമ്മളൊക്കെ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ. മഴ ശിക്ഷയായിട്ട് വരും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല 14 സ്ഥലങ്ങളിൽ മഴയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ശിക്ഷയായിട്ടാണ് പഠിപ്പിച്ചത്. 15 സ്ഥലങ്ങളിലാണ് മഴയെക്കുറിച്ച് പറഞ്ഞത്. അതിൽ 14 ശിക്ഷയാണ് എന്ന് മഴയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച രംഗം നമുക്ക് കാണാൻ സാധിക്കും. ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ സമൂഹത്തെ അല്ലാഹു നശിപ്പിച്ചത് എങ്ങനെയാ സഹോദരങ്ങളെ? വഅംതർനാ അലൈഹിം മത്റൻ ഫൻദുർ കൈഫ കാന ആഖിബത്തുൽ മുജ്രിമീൻ. നാം അവിടെ മേൽ ഒരു തരം മഴ വർഷിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ആ കുറ്റവാളികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നുവെന്ന് നോക്കുക. ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ സമൂഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ സബഅ ഗോത്രം, ഇന്ന് ഉള്ള യമനിന്റെ പരിസരത്തായിരുന്നു സബഅ ഗോത്രം താമസിച്ചിരുന്നത്. ആ പരിസരത്ത് വലിയൊരു മആരിബ് എന്നൊരു അണക്കെട്ടുണ്ടായിരുന്നു. അവർക്ക് സമൃദ്ധമായി വെള്ളം ഉപയോഗിക്കാൻ കഴിയുന്ന, തോട്ടങ്ങൾ നനയ്ക്കാൻ കഴിയുന്ന വലിയൊരു മആരിബ് എന്നറിയപ്പെടുന്നൊരു അണക്കെട്ട്. അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലതുഭാഗത്തും ഇടതുഭാഗത്തുമായി 2 തോട്ടങ്ങൾ അല്ലാഹു സബഅ ഗോത്രത്തിന് സമൃദ്ധമായി നൽകി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞത്, നിങ്ങൾ ഇതിൽ നിന്നും തിന്നുകയും വഷ്കുറൂലഹു, നിങ്ങൾ എന്നോട് നന്ദി കാണിക്കുകയും ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞപ്പോൾ അവർ അതിൽ നിന്ന് പിന്തിരിഞ്ഞു കളഞ്ഞു. അവർക്ക് ധാരാളമായി കിട്ടിയപ്പോൾ എന്ത് ചെയ്തു? അവർ നന്ദികേട് കാണിച്ചു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തെന്നറിയോ? ആ അണക്കെട്ടിനെ പൊട്ടിച്ചു വിട്ടു. മആരിബ് അണക്കെട്ടിനെ, ഡാമിനെ അല്ലാഹു പൊട്ടിച്ച് ആ വെള്ളം സമൃദ്ധമായി ഒരു പ്രളയമായി അവിടെ തോട്ടങ്ങളെയും താമസ സ്ഥലങ്ങളെയും നശിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ദാലിക ജസൈനാഹും ബിമാ കഫറൂ, അവർ നന്ദികേട് കാണിച്ചതിന് നാം അവർക്ക് പ്രതിഫലമായി നൽകിയതാണത്. ആദ് സമുദായത്തെ, ഹൂദ് നബിയുടെ സമുദായത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചിട്ടില്ലേ? നൂഹ് നബി അലൈഹിസ്സലാമിയുടെ സമുദായത്തെ ഈ മഴ കാരണമായി അല്ലാഹു നശിപ്പിച്ചിട്ടില്ലേ സഹോദരങ്ങളെ? അങ്ങനെ ലോകത്ത് എവിടെയൊക്കെ അല്ലാഹുവിനോട് നിന്നയോടുകൂടി, നന്ദികേടോടുകൂടി ജീവിക്കുന്ന ആളുകളുണ്ടോ, അവിടെയൊക്കെ അല്ലാഹു നാശങ്ങൾ വിതച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധ ദീനുൽ ഇസ്ലാമിലൂടെ എനിക്കും നിങ്ങൾക്കും കാണുവാനും പഠിക്കാനും സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാ അർത്ഥത്തിലും അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, അല്ലാഹുവിനോട് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട്, അല്ലാഹുവിന് ശുക്ർ പ്രകാശിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. സഹോദരങ്ങളെ, മഴ അമിതമാവുകയാണെങ്കിൽ തീർച്ചയായും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന, അല്ലാഹുമ്മ അൽ ആഖാമി വദ്ദിറാബി വബുതൂനിൽ ഔദിയതി വമനാതിശ് ശജരി എന്ന് അല്ലാഹുവിനോട് ധാരാളമായി പ്രാർത്ഥിക്കുക. ആ രൂപത്തിൽ പ്രാർത്ഥനാ നിർഭരമായി അല്ലാഹുവിങ്കലേക്ക് സാമീപ്യം സിദ്ധിക്കുന്ന വിശ്വാസികളായി മാറാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ആ മഴ കാരണമായി അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ ഒന്നുപോലും അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് ബലി നൽകപ്പെടുകയോ സമ്മാനമായി നൽകപ്പെടുകയോ നേർച്ച വഴിപാടുകൾ അർപ്പിക്കപ്പെടുകയോ ചെയ്യാത്ത, വിശ്വാസത്തിൽ ഒരു നിലക്കും പങ്കു ചേർക്കപ്പെടാത്ത, കളങ്കം വരുത്താത്ത വിശ്വാസികളായി മാറാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അത്തരത്തിലുള്ള മുത്തഖീങ്ങളിൽ, മുവഹിദീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണേ റബ്ബേ. അല്ലാഹുവേ, മനുഷ്യരെയും കല്ലുകളെയും ഒരുപോലെ കത്തിച്ച് കരിവാളിക്കുന്ന കഠിന കഠോരമായ നരകാഗ്നിയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെയും വിശ്വാസികളായ ആളുകളെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ സ്നേഹനിധികളായ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, വിശ്വാസികൾ, ഞങ്ങളുടെ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, പ്രബോധകന്മാരായ ആളുകൾ
അവരുടെ എല്ലാവരുടെയും കബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. ആ കബറിടത്തിൽ നീ പ്രകാശം വരത്തണേ റബ്ബേ. അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട്, ശാരീരികമായ പ്രയാസങ്ങൾ കൊണ്ട് നൊമ്പരപ്പെടുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അവർക്ക് നീ ആശ്വാസവും സമാധാനവും ശിഫയും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ സാമ്പത്തികമായ ഞെരുക്കങ്ങളിൽ, കടബാധ്യതകളിൽ അകപ്പെട്ടുകൊണ്ട് ആശങ്കപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് നീ ആശ്വാസവും സമാധാനവും സ്വസ്ഥതയും ആ കടബാധ്യതകളും സാമ്പത്തികമായ ബാധ്യതകളും ഹലാലായ മാർഗത്തിൽ വീട്ടാനുള്ള സാഹചര്യങ്ങളും ഒരുക്കിക്കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഈമാനോടെ ഖലാസോടെ തഖ്വയോടെ ജീവിച്ച് സന്തോഷത്തോടെ നിന്നെ പരലോകത്ത് കണ്ടുമുട്ടാൻ കഴിയുന്ന, അതിലൂടെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് പ്രവേശിക്കാൻ സൗഭാഗ്യം സിദ്ധിക്കുന്ന മുവഹിദീങ്ങളിൽ മുഹ്സിനീങ്ങളിൽ ഞങ്ങളെ ഏവരും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ ജർനാ മിനൻ നാർ, അല്ലാഹുമ്മ ജർനാ മിനൻ നാർ, اللهم اجرنا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين ورحمتك يا أرحم الراحمين.